പ്രാർത്ഥന കൊണ്ട് രോഗങ്ങൾ മാറുമെന്നാണ് ചോദ്യം. യുക്തിയുടെയും ബുദ്ധിയുടെയും ശാസ്ത്രത്തിൻ്റെയും വെളിച്ചത്തിൽ നമുക്ക് മാറുമെന്ന് പറയാൻ നിവൃത്തിയില്ല. ഉപനിഷത്തുകളിലും ശാസ്ത്രങ്ങളിലും ഒന്നും രോഗശമനത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നില്ല. പകരം നമുക്ക് രോഗമുണ്ടാകാനിടയായ കാര്യങ്ങൾ ഇല്ലാതെയാക്കാനാണ് പറയണത്. ശരിയായ ആഹാരത്തെക്കുറിച്ചും ശരിയായ വ്യായാമത്തെക്കുറിച്ചുമാണ് പറയണത്. ശരിയായ മാനസികാരോഗ്യവും ഇത് മൂന്നുമാണ് നേടാൻ പറയുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ബോധി ദുഃഖ എന്ന് പറയും. ശരിയായ ആഹാരവും ശരിയായ ഫിസിക്കലായിട്ടുള്ള വ്യായാമവും അതുപോലെ മാനസികമായിട്ടുള്ള വ്യാപാരങ്ങളും ഈ മാർഗങ്ങളിലൂടെ മാത്രമേ നമുക്ക് ദുഃഖമില്ലാതെ ജീവിക്കാൻ സാധിക്കൂ എന്നാണ് ഗീതയിൽ പറയണത്. 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് പതഞ്ജലി മഹർഷി യോഗശാസ്ത്രം രൂപപ്പെടുത്താൻ കാരണവും ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കണം. ധന്വന്തരൻ, ആത്രേയൻ, അഗ്നിവേശൻ, കാശ്യപൻ, നാഗാർജുനൻ, ചവനൻ ഇങ്ങനെ അനവധി ആയുർവേദ ആചാര്യന്മാര് ഭാരതത്തിൽ ജീവിച്ചിരുന്നു. അതുപോലെ തന്നെ ശസ്ത്രക്രിയകളുടെ ഉപജ്ഞാതാവായിട്ടുള്ള സുശ്രുതൻ, കാമസൂത്രം എഴുതിയിട്ടുള്ള വാത്സ്യായന മഹർഷി ഇവരൊക്കെ ഭാരതത്തിലെ പൗരാണികമായ ഋഷിമാരായിരുന്നു. പ്രാർത്ഥന കൊണ്ടും മാത്രം രോഗം മാറുമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞാൽ മതി. അത് പോരാത്തുകൊണ്ടാണ് ഇതുപോലെ വിവിധ ശാഖകളിൽ നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രയത്നങ്ങൾ ഇവരൊക്കെ നടത്തിയെന്ന് മനസ്സിലാക്കണം. യഥാഹാരം തഥാരോഗ്യം എന്ന് പറയും. എങ്ങനെയാണ് ആഹാരം അങ്ങനെയാണ് ആരോഗ്യം. ശരീരത്തിന് യോജിച്ച് ആഹാരം കഴിക്കുന്ന ആളുകൾ രോഗമില്ലാതെ സുഖവും സന്തോഷവുമായിട്ട് ജീവിക്കും. ശരീരവിരുദ്ധമായിട്ടുള്ള ആഹാരങ്ങളാണ് നമ്മളെ രോഗങ്ങളിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ആഹാരത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഗീതയിൽ പരാമർശിക്കുന്നുണ്ട്. ഏതാഹാരം കഴിക്കണം, ഏതാഹാരം കഴിക്കരുത്, ഏതാഹാരം കഴിക്കുന്നവരാണ് രോഗികളായിത്തീരുന്നത് എന്ന കാര്യമൊക്കെ വ്യക്തമാണ്. ആയുസ്സത്വബലാരോഗ്യം സുഖപ്രീതി വർദ്ധനം രസ്യാസ്നിഗ്ധ സ്ഥിരാഹൃദ്യ ആഹാര സാത്വികപ്രിയ എന്ന് പറയും. സാത്വികമായ ആഹാരം അതാണ് നമുക്ക് രോഗമില്ലാതെ സുഖവും സന്തോഷമായിട്ട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളത്. ആയുസ് വർദ്ധിപ്പിക്കുന്നത്, സുഖം വർദ്ധിപ്പിക്കുന്നത്, സ്നിഗ്ധമായത്, രസമുള്ളത് സാത്വിക ആഹാരത്തെക്കുറിച്ച് അനവധി ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. രണ്ടാമത് രാജസാഹാരമാണ്. ഷഡ്വമ്ല ലവണ അത്യുഷ്ണ തീഷ്ണ രൂക്ഷവിദാഹീതം ആഹാര രാജസശ്രേഷ്ഠ ദുഃഖശോകാമയപ്രദം യാതയാമം ഗതരസം ഊതിപര്യൂഷിതം ചിയത് ഉച്ഛിഷ്ടം ചമേധ്യം ഭോജനം താമസപ്രിയം എന്ന് പറയും. ഏറ്റവും മോശമായ ആഹാരം. ഒരു പരിധിവരെ മാറാവ്യാധികളിലേക്ക് നമ്മളെ തിരിക്കുന്ന ആഹാരത്തെ കുറിച്ചാണ് പറയണത്. യാമങ്ങൾ കഴിഞ്ഞ ആഹാരം പാകപ്പെടുത്തിയിട്ട് കുറേ സമയം കഴിഞ്ഞ് അത് ജീർണിച്ചു തുടങ്ങിയ ആഹാരം ഇന്ന് നമ്മൾ മിക്കവാറും കഴിക്കുന്ന അങ്ങനത്തെ ആഹാരമാണ്. അതുപോലെ വഴുവഴുപ്പൊഴുകുന്ന ആഹാരം, അമ്മളങ്ങൾ നിറഞ്ഞ ആഹാരം, ഉപ്പ് തുടങ്ങിയിട്ടുള്ള ലവണങ്ങൾ കൂടുതലുള്ള ആഹാരം, എരിവ് പുളി തുടങ്ങിയ രസങ്ങൾ കൂടിയ ആഹാരം, ദഹിക്കാൻ വിഷമമുള്ള ആഹാരം, കഴിച്ചാൽ ദാഹം വരുന്ന ആഹാരം, ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന ആഹാരം, ഇത്തരം ആഹാരങ്ങളൊന്നും കഴിക്കരുതെന്നാണ് ഗീതയിൽ പറയണത്. ഈ ആഹാരമൊക്കെ നമ്മളെ ദുഃഖത്തിനും ശോകത്തിനും ഇടവരുത്തും എന്ന് പറയണം. ഇവിടെ ഋഷിമാരായാലും കൃഷ്ണനായാലും നമ്മളുടെ ഗുരുവായിട്ട് ആചാരനായിട്ട് ഒരു മാർഗദർശിയായിട്ടാണ് അവതരിക്കണത്. അതിനെ ആ വഴിക്ക് തന്നെ കാണണം നമ്മൾ. പകരം നമ്മൾ ഇവരൊക്കെ ദൈവങ്ങളായിട്ട് എന്ത് പ്രാർത്ഥിച്ചാലും എല്ലാം തരുന്ന അത്ഭുത മനുഷ്യരായിട്ടാണ് കരുതി വെച്ചേക്കണത്. അല്ലെങ്കിൽ ആകാശത്ത് ഇരുന്നിട്ട് ഭൂമിയിലുള്ള നമുക്കെല്ലാം പ്രദാനം ചെയ്യാൻ ശേഷിയുള്ള ശക്തികളായിട്ട് കണക്ക് കൂട്ടണത്. അങ്ങനെയല്ല. ഇവരൊക്കെ ആചാര്യന്മാരാണ്, ഇവരൊക്കെ ഗുരുക്കന്മാരാണ്, നമ്മൾ അധ്യാപകരാണ്. അപ്പൊ അങ്ങനെയുള്ളവർ പറയണത് ശിരസാ വഹിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവരെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഒരു കാര്യം വ്യക്തമാണ്, കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ പോയി നിങ്ങളിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ഉപാസിച്ചാലും കൃഷ്ണൻ ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ കൃഷ്ണൻ പറയും. കൃഷ്ണൻ പറയുന്നതാണ് ഗീതയിൽ എഴുതി വെച്ചേക്കണത്. ഭഗവാൻ ഉവാച, ഭഗവാൻ പറഞ്ഞു. കൃഷ്ണൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ശ്രവിക്കുകയും അത് പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ സുഖ സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ.
ഇത് ഇന്ന് നമ്മൾ ക്ഷേത്രത്തിൽ പോയി തൊഴുവും, വഴിപാടുകൾ കഴിക്കും, നമ്മളുടെ മുട്ടുവേദനയെ കുറിച്ചിട്ടും നമ്മളുടെ ഷുഗറിനെ കുറിച്ചും പ്രഷറിനെ കുറിച്ചും ഒക്കെ പറയും. ഇതൊക്കെ മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോരും. ഇതുകൊണ്ട് രോഗം മാറാൻ പോകുന്നില്ല. രോഗം മാറണമെങ്കിൽ ഇതൊക്കെ മാറാനുള്ള വഴി കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റ് അനവധി പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും അത് ശിരസാ വഹിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അതിനുശേഷം പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ പ്രയോജനം ഉണ്ടാവും. കൃഷ്ണനെ പറയുന്നത് ഗുരു കാരുണ്യമൂർത്തി ഭഗവാൻ നാരായണനാണ്, ഗുരുവാണ്. വസുദേവ സുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം വന്ദേ കൃഷ്ണം ജഗദ്ഗുരു. ആരോഗ്യത്തോടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന കൃഷ്ണൻ നമ്മളെ സംബന്ധിച്ചിട്ട് ഗുരുവായിട്ട്, ഗുരുവും ദേവനും തമ്മിൽ വ്യത്യാസമുണ്ട്. ദേവൻ വെറുതെ പ്രാർത്ഥിച്ചാൽ എല്ലാം തരുന്ന ആളാണ്, അതിന് ശേഷിയുള്ള ആളാണ്. ഗുരു അങ്ങനെയല്ല. ഗുരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രവിക്കുകയും അത് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന അനുധാവനം ചെയ്യുന്നവർക്ക് മാത്രമേ പ്രയോജനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ദേവന്മാരെക്കാളും ഉയരത്തിലാണ് ഗുരു എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്ന കാര്യങ്ങൾ, ശാസ്ത്രത്തിന് അനുസൃതമായ കാര്യങ്ങൾ മാത്രം അനുവർത്തിച്ച് മുമ്പോട്ട് പോവുക. ഇന്നുള്ള 90% രോഗങ്ങൾ നമുക്കില്ലാതെയായി, മരുന്നുകളൊക്കെ വെട്ടിക്കുറച്ച് വേദനകളൊന്നും ഇല്ലാതെയാക്കി, യാതനകൾ ഇല്ലാതെയാക്കി സുഖവും സന്തോഷവുമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും.